നമസ്കാരം. സർക്കാർ മദ്യനയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി പാലക്കാട് പുതിയൊരു മദ്യനിർമ്മാണ യൂണിറ്റ് തുടങ്ങാനുള്ള ലൈസൻസ് കൊടുക്കാൻ പോകുന്നു. ഇത് ഇന്നത്തെ വിവാദ വിഷയമാണ്. UDFും BJPയും ആ സ്ഥലത്ത് കൊണ്ടുപോയി കൊടികുത്തിയിരിക്കുന്നു. കഴുത്തിൽ ജീവനുണ്ടെങ്കിൽ അവിടെ മദ്യനിർമ്മാണ യൂണിറ്റ് ഉണ്ടാക്കുകയില്ല എന്നാണ് UDF പറയുന്നത്, BJP പറയുന്നത്. എന്നാൽ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറയുന്നു, സർക്കാരിൻ്റെ തീരുമാനം നടപ്പാക്കുക തന്നെ ചെയ്യും. പ്രതിപക്ഷവും BJPയും ശുദ്ധ തെമ്മാടിത്തമാണ് കാണിക്കുന്നത്. അവർക്ക് കൈക്കൂലി മേടിച്ച് പരിചയമുള്ളതുകൊണ്ടാണ് VD സതീശൻ എന്ത് തടഞ്ഞു, CPM മന്ത്രിക്ക് എന്ത് തടഞ്ഞു എന്ന് ചോദിക്കുന്നത്. ഞങ്ങളാരും കൈക്കൂലി മേടിക്കുന്നവരല്ല. ഇത് ചാനലിലെ ചർച്ചാ വിഷയമാണ്. നിങ്ങളെല്ലാവരും ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടാകും. പിണറായി മന്ത്രിസഭ ആദ്യ സർക്കാർ രൂപീകരിക്കുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ഇന്നസെന്റിനെ കൊണ്ടും ലളിത ചേച്ചിയെ കൊണ്ടും KP ലളിതയെ കൊണ്ടും പരസ്യം പറയിപ്പിച്ചത് ഓർമ്മയുണ്ടോ? മദ്യം LDF സർക്കാർ പടിപടിയായി നിർത്തലാക്കും. ഇന്ന് ഒരെളുപ്പമില്ലാതെ ചാനൽ ചർച്ചകളിലെ തൊഴിലാളികൾ വന്നിരുന്ന് പറയുന്നത് എന്താണ്? മദ്യവർജനം അത് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ്. മദ്യം കുറയ്ക്കും, മദ്യ ഉപഭോഗം കുറയ്ക്കും എന്നല്ല, മദ്യവർജനം നടപ്പാക്കാൻ ഞങ്ങൾ മദ്യവിമുക്തി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു എന്നൊക്കെയാണ് ചാനൽ തൊഴിലാളികൾ പറയുന്നത്. നാണമില്ലേടൂ നിനക്കൊക്കെ? ഇന്നസെൻ്റ് പറഞ്ഞ പരസ്യം, KP ലളിത പറഞ്ഞ പരസ്യം മദ്യവർജനം പടിപടിയായി നടപ്പാക്കും എന്ന് തന്നെയാണ്. മരിക്കുന്നതിന് മുമ്പ് ഇന്നസെൻ്റ് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇവിടെ ബാറുകൾ വർദ്ധിപ്പിക്കുന്നതും ബിവറേജിൻ്റെ ഔട്ട്ലെറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനെതിരെയും എന്നോട് ചോദിക്കാറുണ്ട്, സാർ അന്നത്തെ പരസ്യം എന്തായി? നാണം കെട്ട് തലതാഴ്ത്തി പലയിടത്തുനിന്നും പോന്നിട്ടുണ്ട് എന്ന് ഇന്നസെൻ്റ് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് CPMൻ്റെ പ്രതിനിധികൾ വന്നിരുന്ന് ഘോരഘോരം പറയുകയാണ്. CPMൻ്റെ നയം അല്ലെങ്കിൽ LDF മന്ത്രിസഭയുടെ നയം എന്ന് പറയുന്നത് മദ്യവർജനമാണത്രേ. 900-ഓടടുത്ത് ബാറുകൾ ഇനിയും പുതിയ പുതിയ ലൈസൻസുകൾ കൊടുക്കുകയാണ്. 18 മദ്യനിർമ്മാണ യൂണിറ്റുകളുണ്ട് കേരളത്തിൽ. പുതിയ മദ്യനിർമ്മാണ യൂണിറ്റിന് അനുവാദം കൊടുത്തിരിക്കുന്നത് പാലക്കാടാണ്. അത് ഇന്ത്യയിലെ കരിമ്പട്ടികയിൽപ്പെട്ട ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക്. ഈ ഒയാസിസ് എന്ന കമ്പനിയാണ് അരവിന്ദ് കെജ്രിവാളിന് 100 കോടി രൂപ കൊടുത്തെന്നും അത് ഗോവയിൽ ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നും പറഞ്ഞ് കേസുണ്ടായത്. ആ കമ്പനിയാണ് നമ്മുടെ MB രാജേഷും പിണറായി വിജയനും എല്ലാം കൂടി മദ്യനിർമ്മാണ യൂണിറ്റ് ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു നിർമ്മാണ കമ്പനിയാണ് ഇതുമായി സമീപിച്ചതെന്നാണ് MB രാജേഷ് പറയുന്നത്. മറ്റാരും വരാതിരുന്നതാണ് എന്ന് വേണമോ കരുതാൻ? ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ സത്യം. കേരളത്തിലെ ഏറ്റവും ജലക്ഷാമമുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. അവിടെ കുടിവെള്ളം കൊണ്ടുവരുന്നത് മലമ്പുഴ ഡാമിൽ നിന്നാണ്. ഇതുപോലൊരു മദ്യ യൂണിറ്റ് അവിടെ വരുമ്പോൾ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം വേണം. എവിടെ നിന്നാണ് ഈ വെള്ളം? അച്യുതാനന്ദനും DYFIക്കാരെല്ലാം ചേർന്ന് സമരം നടത്തിയതാണ് പ്ലാച്ചിമട സമരം. കൊക്കോകോള ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ കൊക്കോകോള കമ്പനി ഭൂഗർഭജലം ഊറ്റുന്നു എന്ന് പറഞ്ഞായിരുന്നു സമരം. അങ്ങനെ ആ കമ്പനിയെ അവിടുന്ന് കെട്ടുകെട്ടിച്ചു. ഇന്ന് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമായി എഴുന്ന മദ്യനിർമ്മാണ യൂണിറ്റിന് വേണ്ടി ലൈസൻസ് കൊടുത്തിരിക്കുന്നു പാലക്കാട് തന്നെ. ഇതിലെയും വഞ്ചന എന്തൊക്കെയാണ്? ഒരു കോളേജ് തുടങ്ങാൻ വേണ്ടിയാണ് 26 ഏക്കർ സ്ഥലം പാലക്കാട് ഈ കമ്പനി വാങ്ങിയത്. അതിനുവേണ്ടിയാണ് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുത്തത്. എന്നാൽ ഇപ്പോൾ മദ്യ കമ്പനി തുടങ്ങുമ്പോൾ പഞ്ചായത്തിനെ വരെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കുന്നത്. സർക്കാരിന് നേട്ടമുണ്ടാകുന്ന മലബാർ ഡിസ്റ്റിലറിയിലേക്ക് വെള്ളം കൊടുക്കാൻ 4 വർഷമായിട്ട് ജല അതോറിറ്റിക്ക് കഴിയുന്നില്ല. ആ സ്ഥാനത്താണ് ഇവിടെ ജല അതോറിറ്റി വെള്ളം ഈ കമ്പനിക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. പാലക്കാട്, കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ ബ്രൂവറികൾ അനുവദിക്കാനായിരുന്നു സർക്കാർ തീരുമാനം. എലപ്പുള്ളി, കൗശിപ്പാറയിൽ ബ്രൂവറിക്ക് ലൈസൻസ് അനുവദിച്ച് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് ആരോപിച്ച് ചെന്നിത്തല രംഗത്തെത്തി. എക്സൈസ് വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടില്ലാതെ അതിവേഗമായിരുന്നു നടപടി. ലൈസൻസ് അനുവദിച്ച് അറിയിപ്പ് ലഭിച്ചപ്പോഴാണ് ജില്ലയിലെ എക്സൈസ് അധികൃതർ വിവരമറിയുന്നത്. ആദ്യത്തെ സർക്കാർ തീരുമാനം എഥനോൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അതിന് ഈ CPM പ്രവർത്തകർ വന്നിരുന്ന് പറഞ്ഞതെന്താണ്? ഇവിടെ മരച്ചീനി കർഷകർ, മറ്റ് കർഷകർക്ക് മുഴുവൻ നല്ല വില കിട്ടും, മരച്ചീനിയിൽ നിന്നാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ബ്രാൻഡിയും വിസ്കിയും ബിയറും മറ്റെല്ലാ സാധനങ്ങളും നിർമ്മിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണ്. കള്ളങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ലൈസൻസ് സമ്പാദിച്ചിരിക്കുകയാണ് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പാലക്കാടിൻ്റെ ഇന്നത്തെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പത്രസമ്മേളനത്തിൽ വളരെ വിശദമായി പറയുകയാണ്, ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയാണ് പാലക്കാട് ബൈ ഇലക്ഷൻ സമയത്ത് CPMന് പണം പമ്പ് ചെയ്തത്. കെട്ടുകണക്കിന് പണം പമ്പ് ചെയ്തു. മൂന്നാം സ്ഥാനത്ത് പോയ ഒരു CPM സ്ഥാനാർത്ഥിക്ക്
അവിടെ നൂറുകണക്കിന് ഫ്ലെക്സുകളാണ് വെച്ചിരുന്നത്. മാത്രമല്ല വഴിവിട്ട എല്ലാ ചെലവുകളും നടത്തിയിരുന്നു. അത് ഒയാസിസ് കമ്പനിയാണ് ചെയ്തതെന്ന് പാലക്കാടിൻ്റെ MLA വളരെ വസ്തുനിഷ്ഠമായി പറയുകയാണ്. യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലാതെയാണ് അദ്ദേഹം പറയുന്നത്. CPMൻ്റെ പ്രവർത്തകർ ആരും എതിർത്തൊന്നും പറഞ്ഞു കണ്ടില്ല. ഇതേപോലെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇലക്ഷൻ ചെലവിന് വേണ്ടി ഒയാസിസ് പണം നൽകിയതെന്നാണ് പറയുന്നത്. അതേ കാര്യം CPMന് വേണ്ടി ഇവിടെ പാലക്കാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരസ്മരണയാണ് ഈ ലൈസൻസ് കൊടുക്കലെങ്കിൽ അതിനെതിരെ അന്വേഷണം വേണ്ടേ? ഒരു MLA വായിത്തോന്നിയത് വിളിച്ചു പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? MLAമാർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു MLA, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, വിവരവും വിദ്യാഭ്യാസവുമുള്ള, അടിസ്ഥാനപരമായി രാഷ്ട്രീയ ആദർശമുള്ള ഒരു ചെറുപ്പക്കാരൻ ചാനൽ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ ഒന്നുമില്ലാതെ വരുമോ? എന്തുകൊണ്ടാണ് CPM പ്രവർത്തകർ അതിന് മറുപടി പറയാത്തത്? ഇതിനെതിരെ എന്തുകൊണ്ട് അന്വേഷണത്തിന് പോകുന്നില്ല? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരസ്മരണയാണ് ഈ ലൈസൻസ് കൊടുത്തതെങ്കിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ ഈ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കണ്ടേ? വെള്ളമില്ലാതെ കർഷകർ വലയുന്ന, കുടിവെള്ളമില്ലാതെ സാധാരണക്കാർ വലയുന്ന പാലക്കാട് ഇങ്ങനെ ഒരു കമ്പനി ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഒരു മദ്യനിർമ്മാണ യൂണിറ്റ് ഉണ്ടാക്കാൻ ലൈസൻസ് കൊടുത്തെങ്കിൽ CPM എന്ന് പറയുന്ന ഹൃദയപക്ഷമാണെന്ന് പറയുന്ന പാർട്ടിക്ക് ആരോടാണ് സ്നേഹം? ഇനി അധികാരത്തിലേക്കുണ്ടാവില്ല എന്ന് കരുതി കടുംവെട്ട് വെട്ടുകയാണ് എന്ന് പലരും പറയുന്നു. കടുംവെട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്ലോട്ടർ ടാപ്പിംഗ്. സാധാരണ റബ്ബർ മരങ്ങൾക്കാണ് അത് ചെയ്യുക. ആ മരത്തിൻ്റെ ആയുസ് തീരാൻ പോകുമ്പോൾ സ്ലോട്ടറിന് കൊടുക്കും. സാധാരണഗതിയിൽ ഒരു മരത്തിൽ ഒരു മുറിവുണ്ടാക്കിയാണ് റബ്ബർ പാൽ എടുക്കുന്നതെങ്കിൽ സ്ലോട്ടറിന് കൊടുക്കുമ്പോൾ 4-5 മുറിവുകൾ ഉണ്ടാക്കും. എത്രയും പെട്ടെന്ന് നിന്നുള്ള റബ്ബർ പാലുകൾ ശേഖരിച്ചതിന് ശേഷം മരം ചുവടെ മുറിക്കുന്നു, അതിന് തടി വിൽപ്പന നടത്തുന്നു. ഇതാണ് സ്ലോട്ടർ ടാപ്പിംഗ്. ആ സ്ലോട്ടറാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുമ്പോൾ ഇതുപോലെ കടുംവെട്ടായിരുന്നു എന്ന് LDF പ്രചുര പ്രചാരം നടത്തി. പിന്നെയും ഒരുപാട് അഴിമതിക്കഥകളും ശ്രീപീഡന കഥകളും കൊണ്ടുവന്നാണ് തോൽപ്പിച്ചത്. ഇന്ന് ശരിക്കും സ്ലോട്ടർ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന LDF, ഇന്നത്തെ UDF എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച ഈ ആരോപണത്തിന് വില കൊടുക്കുന്നില്ല? ആ ആരോപണത്തെ കുത്തിപ്പോക്കി അത് സത്യമാണോ എന്ന് അറിയാൻ ശ്രമിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് വീറോടും വാശിയോടും കൂടി പറയുന്നുണ്ട്, വരാൻ സമ്മതിക്കില്ല. പക്ഷേ ഇതുപോലെ വഴിവിട്ട പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കൈക്കൂലി മേടിച്ചിട്ടുണ്ടെങ്കിൽ, പാർട്ടിക്ക് ആ കമ്പനി ഉദാരമായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരണ്ടേ? അത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? പ്രതിപക്ഷത്തിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എന്തിന് AICC വരെ ആ ആരോപണം അന്വേഷിച്ച് അതിന് നിജസ്ഥിതി കണ്ടെത്തി ഈ തൊലിക്കട്ടിയുള്ള നേതാക്കന്മാരെ മൂലക്കിരുത്തണ്ടേ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? MP രാജേഷിൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന്. ആ ബോഡി ലാംഗ്വേജിൽ നമുക്ക് പലതും മനസ്സിലാവും. ഇന്ത്യയിൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾ ഒരുപാടുണ്ടായിരിക്കെ ഒയാസിസ് എന്ന് പറഞ്ഞ കമ്പനി മാത്രം ഈ വിവരം അറിയുന്നു. അവർ മാത്രം നിർമ്മാണ യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ആവശ്യം ഉന്നയിക്കുന്നു. അവർക്ക് നല്ല കമ്പനിയാണ്, 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ലൈസൻസ് കൊടുക്കുന്നു. ഇത് അഴിമതി തന്നെയാണ്. ഇത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഈ കടുംവെട്ടിന് തടയിട്ടുകൊണ്ട് CPM എന്ന് പറഞ്ഞ പാർട്ടിയെ ഇല്ലാതാക്കാൻ ആരാണ് മുൻപിലേക്ക് വരുന്നത്? കോൺഗ്രസ് ആണോ BJP ആണോ? ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് അതറിയാനുള്ള ആഗ്രഹമുണ്ട്, ആവേശമുണ്ട്. ആ ജനങ്ങളോടെങ്കിലും ഈ പ്രതിപക്ഷവും BJPയും ഒക്കെ അല്പം നീതി പുലർത്തുക. അതല്ലാതെ നിങ്ങളെല്ലാവരും ചേർന്ന് ഒരു കൂട്ടുകച്ചവടം നടത്തി ജനങ്ങളെ ഇനിയും വഞ്ചിക്കാമെന്നാണെങ്കിൽ ഒരുത്തനും വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് വരില്ല എന്ന് ഇപ്പോൾ ഉറപ്പിച്ചോളൂ.